ശ്രീ മൂകാംബികാദേവ്യൈ നമ. വന്ദേ ഗുരുപരമ്പര. ഏവർക്കും നമസ്കാരം. മാവേലിക്കര വലിയ കൊട്ടാരം ശ്രീ ഗുരുവായൂരപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ യുവജന വിഭാഗം ആയ ടീം യുവ നേതൃത്വം നൽകുന്ന കുട്ടികളുടെ കൂട്ടായ്മയായ നവയുവ അണിയിച്ചൊരുക്കുന്ന ഈ വർഷത്തെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിൻ്റെ തിരശീല ഇന്ന് ഉയരുകയാണ്. ഈ നവ്യ സംരംഭം പൂർണ്ണമായും വിജയപ്രദമാകാനുള്ള പ്രാർത്ഥനകളോടെ ആരംഭിക്കട്ടെ. ഈ നവരാത്രിയുടെ പ്രാധാന്യവും പ്രസക്തിയും ഒന്ന് സൂചിപ്പിക്കുക എന്നതാണ് ഈ അവതരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് നവരാത്രി? ദേവീ ഭാഗവത്തിൽ 4 നവരാത്രികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും പൊതുവെ ഭാരതത്തിൽ 2 നവരാത്രികളാണ് ആചരിച്ചു വരുന്നത്. അതും ഉത്തരേന്ത്യയിലാണ് ഈ 2 എണ്ണം. നാം സാധാരണ ഒരു നവരാത്രി മാത്രമേ ആചരിക്കാറുള്ളൂ. ഉത്തരേന്ത്യയിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ശ്രീരാമനവമിയോടെ പൂർത്തിയാകുന്ന വസന്ത നവരാത്രിയും ഇപ്പോൾ നമ്മൾ ആചരിച്ചു വരുന്ന ശരത്കാല നവരാത്രി എന്നാണ് ഉത്തരേന്ത്യയിൽ ഈ നവരാത്രിക്ക് പറയുന്നത്. ദസറയുമാണ്. വെളുത്ത അശ്വിനി മാസത്തിലെ വെളുത്ത പക്ഷത്തിൻ്റെ ആദ്യ ദിനം പ്രഥമ തുടങ്ങി 9 ദിവസം നവമി വരെ ആണ് ഈ നവരാത്രി ആഘോഷിക്കുന്നത്. 2 നവരാത്രികളിലും ദേവീ ഭാവത്തെയാണ് ആരാധിക്കുന്നത്. ദേവി ശക്തിസ്വരൂപിണിയാണ്, ഐശ്വര്യദായിനിയാണ്, വിദ്യാദേവതയാണ്. അപ്പോൾ ഈ 3 സങ്കല്പങ്ങളും വെച്ചുകൊണ്ട് തിന്മകളെ അമർച്ച ചെയ്ത് നന്മ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നാം നവരാത്രിയിൽ ദേവിയെ ആരാധിക്കുന്നത്. മൂലപ്രകൃതി, പരാശക്തി എന്നൊക്കെയുള്ള ദേവീ ഭാവത്തിൻ്റെ വിവിധ ധ്യാനങ്ങളാണ് നാം ആചരിച്ചു വരുന്നത്. ഈ ധ്യാനങ്ങളെല്ലാം തന്നെ തിന്മയുടെ നശിപ്പിക്കലാണ്, അമർച്ച ചെയ്യലാണ്. എന്താണ് തിന്മ? അസുരന്മാർ മാത്രമല്ല, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ദുഷ്ടശക്തികൾ, തിന്മകൾ, അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള തിന്മകൾ, അഹങ്കാരം, സ്വാർത്ഥത, അത്യാഗ്രഹം തുടങ്ങിയ തിന്മകളെയൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതായത് താമസ ഭാവങ്ങളെ മാറ്റി ക്രമേണ രാജസഭാവത്തിലേക്കും പിന്നീട് സാത്വിക ഭാവത്തിലേക്കും കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ 3 ഘട്ടങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ 3 ദേവീ ഭാവങ്ങളിലാണ് പ്രധാനമായും ഈ ആരാധന നടക്കുന്നത്. ആദ്യത്തെ 3 ദിവസം ശ്രീശക്തി അല്ലെങ്കിൽ ദുർഗാദേവിയായി, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായി, ലക്ഷ്മി ദേവിയായി, അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയായി, വിദ്യാദേവതയായി. അങ്ങനെയാണ് 3 ദേവീ ഭാവങ്ങളിൽ നാം ഈ നവരാത്രിയിൽ ദേവിയെ ആരാധിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യ 3 ദിവസം നമ്മുടെ ഉള്ളിലെ തിന്മകളെ നശിപ്പിച്ച് നമ്മളെ വിദ്യാ സമ്പാദനത്തിനുമൊക്കെ സജ്ജരാക്കുന്നു. അതാണ് ദുർഗ എന്ന സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 3 ദിവസം ലക്ഷ്മി സങ്കല്പമാണ്. ലക്ഷ്മി ഐശ്വര്യ ദേവതയാണ്. ഐശ്വര്യം എന്നത് കുറേ ധനം സമ്പാദിക്കലല്ല, മനസ്സ് സ്വസ്ഥമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകുക എന്നതാണ് ഐശ്വര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മനസ്സിലെ തിന്മകളെല്ലാം നശിച്ച് മനസ്സ് സ്വസ്ഥമായി, അടുത്ത 3 ദിവസം കൊണ്ട് മനസ്സ് സ്വസ്ഥമായി, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടെ സ്വസ്ഥമായി അടുത്ത 3 ദിവസം വിദ്യാസമ്പാദനം നടത്തുന്നു. അത് ഉയർന്ന തലത്തിലുള്ള ആത്മജ്ഞാനമായാലും അല്ല, ഏതെങ്കിലും പണികൾ, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പായാലും, വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിക്കുന്നതായാലും ഒക്കെ ഈ സരസ്വതി കടാക്ഷം ആവശ്യമാണ്. അങ്ങനെ 9 ദിവസത്തെ ദേവി ആരാധനയ്ക്ക് ശേഷം അടുത്ത 1 വർഷം നമ്മുടെ പ്രവൃത്തി, പഠനമായാലും ഉദ്യോഗമായാലും നമ്മുടെ പ്രവൃത്തി ഏതായാലും അത്
ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള സജ്ജരായി അടുത്തൊരു വർഷത്തേക്ക് കടക്കുന്ന ദിവസമാണ് വിജയദശമി. ഇതാണ് നമ്മുടെ നവരാത്രി ആരാധനയുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി. അപ്പോൾ ഈ ദേവീഭാവങ്ങൾക്കെല്ലാം സാത്വിക ഭാവം നൽകുന്ന കലാരൂപങ്ങൾ സഹായകമാണ്. നമ്മുടെ കലാരൂപങ്ങളെല്ലാം തന്നെ ദേവി ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ 9 ദിവസങ്ങളിലും നാം ദേവിയെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന നൃത്ത സംഗീത പരിപാടികൾ നടത്തി ഉപാസന നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സംരംഭം എന്നുള്ള നിലയിൽ നവരാത്രിക്ക് 9 ദിവസം ദേവി ഉപാസനയിലേക്ക് കടക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ ടീം യുവയ്ക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഈ സംരംഭം വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.